ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ദിനംതോറും എന്നെ സഹായിക്കുന്ന അവിടുത്തെ കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില സമയങ്ങൾ ആഴ്ചയിൽ 3-4 തവണയൊക്കെ ഞാൻ വചനം നിങ്ങൾക്ക് കേൾക്കാൻ ഇടുന്നുണ്ട്. യൂട്യൂബിലിടുമ്പോൾ അതിന് ഷെയർ ചെയ്തിടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കേൾക്കാൻ ഇടയായത് ഒരുപാട് ആൾക്കാർ സന്തോഷത്തോടെ എന്നെ വിളിച്ചറിയിക്കുന്ന ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. കൂടുതലായിട്ട് സുവിശേഷ ലോകമെമ്പാടും എത്തട്ടെ. എൻ്റെ ഒരു സഹോദരൻ, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സഹോദരൻ എന്നെ 2 ദിവസം മുമ്പേ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ജോലി സ്ഥലത്തൊക്കെ ഞാൻ പോകുമ്പോൾ ഇതെൻ്റെ സഹോദരിയാണ്, ഇത് യേശുവിൻ്റെ സുവിശേഷമാണ്, നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. അവർ ഞങ്ങളിലേക്ക് ഷെയർ ചെയ് എന്ന് പറയും. അപ്പോൾ സഹോദരൻ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴെന്നെ വിളിച്ചു പറയാം, ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം തുള്ളിച്ചാടും. നമ്മളെ കർത്താവിനെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും കർത്താവിനോട് അടുത്ത് വരണമെന്നുള്ള ഒരു ആഗ്രഹങ്ങളാണ് നമുക്കുണ്ടാകുന്നല്ലേ. പ്രത്യേകിച്ച് ഞാൻ ജാതിയിൽ നിന്ന് കടന്നു വന്നതാണല്ലേ. അപ്പോൾ എൻ്റെ വിശ്വാസം ഈ ഒരു വിശ്വാസമായിരുന്നില്ല, ഒരു അവിശ്വാസത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. അപ്പം എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ വിളിക്കുമ്പോൾ അതിയായി സന്തോഷിക്കുന്നേ. ഹല്ലേലൂയ. ഒരുപാട് പേർക്ക് എന്താണ് രക്ഷ, യേശു ആരാണ്, യേശു എന്താണെന്നൊക്കെ ഈ സുവിശേഷത്തിലൂടെ തിരിച്ചറിയാൻ ഇടയായി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളെന്നും ആരാധിക്കുന്നങ്ങേക്കായി ആത്മാർത്ഥ ഹൃദയമോടെ ആരാധിക്കുന്നങ്ങേക്കായി ആത്മാർത്ഥ ഹൃദയമോടെ ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഭയങ്കര സന്തോഷമാണ് ദൈവമക്കളെ, ഭയങ്കര സന്തോഷമാണ്. കാര്യം എനിക്ക് ഈ 2025 നവംബർ മാസം തൊട്ട് കൂടുതലായിട്ട് ദൈവശബ്ദം കേൾക്കാനും ദൈവത്തിനുള്ള അരുളപ്പാടുകൾ മനസ്സിലാക്കുവാനും എന്നെ എൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതോർത്ത് ഭയങ്കര നന്ദിയോട് എത്ര സ്തുതിച്ചാലും എനിക്ക് മതിവരാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ളത്. ഹല്ലേലൂയ. ഇനി നമുക്ക് കുറച്ച് നേരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 8:41. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:41. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു തൻ്റെ വീട്ടിൽ വരണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അവന് ഏകദേശം 12 വയസ്സുള്ള ഏകജാതിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിക്കാറായി കിടന്നിരുന്നു. അവൻ പോകുമ്പോൾ ജനക്കൂട്ടം അവനെ തിക്കിക്കൊണ്ടിരുന്നു. യായിറോസ് എന്ന് പറയുന്ന ആ പള്ളിപ്രമാണിക്ക് ഒരു മകളായിരുന്നു ഉണ്ടായത്. ഹല്ലേലൂയ. ആ പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീഴേന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ വന്നവരെ ആരും യേശു വെറുതെ വിട്ടിട്ടില്ല. എന്താവശ്യമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നോ തീർച്ചയായും യേശു അവരെ വിടുവിക്കും, സൗഖ്യമാക്കും. അവർക്ക് യേശു സമാധാനം കൊടുക്കും. ഇവിടെ പള്ളിപ്രമാണിയാണ് യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുന്നത്, 12 വയസ്സുള്ള ഏകജാതി ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിക്കാറായി കിടന്നിരുന്നു. അവൻ പോകുമ്പോൾ ജനക്കൂട്ടം അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഈ പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ മകൾക്ക് സൗഖ്യം കൊടുക്കാനായിട്ട്
ഒരു വിടുതലിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചപ്പോൾ യേശുവും ശിഷ്യന്മാരും എല്ലാം യായിറോസിനോട് കൂടെ യായിറോസിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജനങ്ങളെല്ലാം തിക്കി യേശു വരുമ്പോഴും യേശു പോകുമ്പോഴും അതിയായ ജനങ്ങൾ കടന്നു വരുന്നൊരു സ്ഥലമാണല്ലേ. അപ്പം യേശുവിനെ കണ്ടപ്പോൾ ജനങ്ങളെല്ലാം തിക്കിത്തിരക്കി. അന്ന് 12 വർഷമായി രക്തസ്രാവമുള്ള തൻ്റെ സമ്പാദ്യമെല്ലാം വൈദ്യർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പിന്നിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൽ തൊങ്ങൽ തൊട്ടു. ഉടനെ അവൾക്ക് രക്തസ്രാവം നിന്നു. യായിറോസിൻ്റെ വീട്ടിലേക്ക് യേശു ശിഷ്യന്മാരും ജനങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ 12 വർഷമായി രക്തസ്രാവം. ഹല്ലേലൂയ. ഒരു സ്ത്രീക്ക് ഒരു 4-5 ദിവസം ഒരു രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ആ സ്ത്രീ ശരീരത്തിൽ ഒരുപാട് ബലഹീനത അനുഭവിക്കുകയാണ്. ഇവിടെ 1-2 ദിവസമല്ല, 1-2 മാസമല്ല, 1-2 വർഷമല്ല. ബൈബിൾ പറയുന്നത് 12 വർഷം. 12 വർഷം കൊണ്ട് അവൾക്കുള്ളതെല്ലാം വിറ്റുപിറക്കി. വസ്തുവകകളും അവൾക്കുള്ള സകല സമ്പാദ്യം വിറ്റുപിറക്കി. അവൾ ആയുർവേദിക് ഡോക്ടറെ കാണിച്ചു, അലോപ്പതി കാണിച്ചു, ഹോമിയോ കാണിച്ചു. അവിടെയൊന്നും അവൾക്ക് സൗഖ്യമില്ല. ഹല്ലേലൂയ. അവൾ അറിഞ്ഞു യേശു ഇതുവഴി പോകുന്നുണ്ട് എന്ന് അറിഞ്ഞു. അന്നത്തെ കാലത്ത് രക്തസ്രാവമുള്ള സ്ത്രീകൾ പുരുഷന്മാരുടെ മുൻപിലൊന്നും വരത്തില്ല, വേണ്ടപ്പെട്ട പുരുഷന്മാരുടെ മുൻപിലൊന്നും വരത്തില്ല. ഇന്നും എൻ്റെ നാടെന്ന് പറയുന്നത് കേൾക്കുന്ന കുറച്ച് ആൾക്കാർക്കറിയാം. ഇവിടെയല്ല, കാസർഗോഡാണ്. ഹല്ലേലൂയ. കാസർഗോഡ് ബേക്കൽ കോട്ടയുടെ അടുത്താണ്. ഏകദേശം ബേക്കൽ കോട്ടയുടെ അടുത്തായിട്ട് വരും എൻ്റെ വീട്. എൻ്റെ വീട്ടിലും ഇന്നും അങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾക്ക് രക്തസ്രാവമുള്ള സമയത്തൊന്നും നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാടൊന്നും പോകാൻ പാടില്ല, റൂമിലിരിക്കണം, ഒന്നും തൊടാൻ പാടില്ല. അങ്ങനെയുള്ള ചിട്ട ഇന്നും നടക്കുന്ന വീടുകളുണ്ട്. ഹല്ലേലൂയ. അതുപോലൊരു അവസ്ഥയിലാണ് ആരും കാണാതെ അവൾക്കിങ്ങനെ രക്തസ്രാവമുള്ളത് അവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഇവരുടെ അടുക്കൽ വരാൻ പാടില്ല. അവിടുത്തെ ഭാഷയിൽ ഐത്യം എന്ന് പറയാം. ഹല്ലേലൂയ. പക്ഷേ അവൾ തൻ്റെ സമ്പാദ്യമെല്ലാം വൈദ്യർക്ക് വിട്ടുകൊടുത്തിട്ട് ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തോളം ഒരു സ്ത്രീ അവിടെ സകല സമ്പാദ്യം വിറ്റുപിറക്കി. പക്ഷെ അവൾക്ക് എന്തില്ല? ഒരു സൗഖ്യം കിട്ടിയിട്ടില്ല, ഒരു വിടുതൽ കിട്ടിയിട്ടില്ല. അപ്പം നമുക്കറിയാം അവളുടെ ശരീരം എത്രമാത്രം ക്ഷീണിച്ചു, അവൾ എത്രമാത്രം ബലഹീനതയാണെന്ന് സ്ത്രീകൾക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സുവിശേഷം കേൾക്കുന്ന സഹോദരിമാർക്ക് ഇത് കേട്ടാൽ നമ്മൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. പിന്നിൽ അടുത്ത് ചെന്ന് യേശുവിൻ്റെ തൊട്ടടുത്ത് ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട്. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നു. യേശുവിൻ്റെ പിന്നിൽ പോയി. ഹല്ലേലൂയ. നമുക്കറിയാം, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. യേശുവിൽ നിന്നൊരു വിടുതൽ കിട്ടും, യേശു ഒരു സൗഖ്യദായകനാണെന്ന് അവളുടെ അകത്ത് അവൾക്കൊരു വിശ്വാസം വന്നു. ആ വിശ്വാസത്തിലാണ് അവൾ യേശുവിൻ്റെ അടുക്കൽ പോയി, പിന്നിൽ പോയി യേശുവിൻ്റെ തുണിയുടെ തൊങ്ങൽ തൊട്ടു. ഹല്ലേലൂയ. പെട്ടെന്ന് ആ നിമിഷം അവൾക്ക് സൗഖ്യം പ്രാപിച്ചു, അവൾക്ക് വിടുതൽ കിട്ടി. ഹല്ലേലൂയ. പിന്നിൽ അടുത്ത് ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നു. യേശുവിനെ തൊട്ടതല്ല, യേശു ഇട്ട വസ്ത്രത്തിൻ്റെ ആ തുണിയുടെ തൊങ്ങൽ തൊട്ട നിമിഷം അവളുടെ ശരീരത്തിലെ രക്തസ്രാവം നിന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. എന്നെ തൊട്ടതാര് എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞു. എന്നെ ആരാണ് തൊട്ടത് എന്ന് യേശു ചോദിച്ചു. യേശുവിനറിയാം എന്നെ തൊട്ടതാരാണെന്ന് യേശുവിനറിയാം. പക്ഷെ അവിടെ കൂടിയില്ല, ജനങ്ങൾ അറിയേണ്ടത് കൊണ്ട്, ഈ മകൾ യേശുവിനൊരു സാക്ഷിയായി തീരേണ്ടത് കൊണ്ടാണ് യേശു എന്നെ ആരാണ് തൊട്ടത്? കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ പറയാ ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു ജനക്കൂട്ടം നിന്നെ തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. ജനങ്ങളൊക്കെ പറയാം ഞാൻ തൊട്ടില്ല. പക്ഷേ പത്രോസ് പറഞ്ഞു, ഗുരു ജനങ്ങളെല്ലാം തിക്കിത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കൂടെയുള്ളവരും അതുപോലെ പറഞ്ഞു. ഒരുപാട് ജനങ്ങൾ തിക്കിത്തിരക്കി പോകുമ്പോൾ നമുക്ക് ആരും നമ്മളെ സ്പർശിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല. യേശുവോ ഒരാൾ എന്നെ തൊട്ടു. യേശു പറയുന്നൊരു വാക്കാണ്, ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു.
പക്ഷെ ഇതെല്ലാം അറിയാം യേശുവിന്. പക്ഷേ ഇവളൊരു സാക്ഷിയായി തീരണം. നമ്മളും ചില സമയം നമ്മുടെ ജീവിതത്തിലും ഒരു വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ യേശുവിന് ആഗ്രഹം നമ്മൾ നല്ല സാക്ഷിയായി ജീവിക്കാനാണ്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് തുറന്നു പറയണം. നമുക്ക് കിട്ടിയൊരു സമാധാനം, നമുക്ക് കിട്ടിയൊരു സന്തോഷം, യേശുവിൽ വന്ന് നമുക്കുണ്ടായ മാറ്റങ്ങൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് സാക്ഷ്യമായി പറയണം. ഹല്ലേലൂയ. പറയാതെ മിണ്ടാതിരിക്കുന്നവർക്ക് സുവിശേഷം പറയാൻ പറ്റത്തില്ല. നമുക്ക് കിട്ടിയ അനുഭവം, നമുക്ക് കിട്ടിയ സന്തോഷം, നമുക്ക് കിട്ടിയ സമാധാനം, ജീവിതത്തിൽ ഒരു വിടുതൽ, അത് മറ്റുള്ളവരോട് പറയുന്ന മക്കളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലൊരു സുവിശേഷകൻ എന്ന് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. നിനക്ക് പുറപ്പെട്ട ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ തനിക്ക് മറഞ്ഞിരിക്കാൻ കഴിയുകയില്ലെന്ന് സ്ത്രീ മനസ്സിലാക്കിയപ്പോൾ ഇനി എനിക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല, കാര്യം യേശുവിൻ്റെ തുണിയുടെ തൊങ്ങൽ തൊട്ടു, യേശു അത് തിരിച്ചറിയുമെന്ന് അറിഞ്ഞപ്പോൾ അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീണു. കണ്ടാ, വിറച്ച് ഭയന്നു അവരുടെ മുൻപിൽ വീണു. കാര്യം അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. യേശു കർത്താവ് പോകുന്നു, അവിടെ പള്ളിപ്രമാണി കൂടെയുണ്ട്. അവരിതറിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു മറഞ്ഞിരിക്കേണ്ട ഒരു പെണ്ണാണ്, പക്ഷെ എന്തു ചെയ്യും? അങ്ങനെ അവൾ ജനങ്ങളെയെല്ലാം നോക്കിയൊന്ന് വിറച്ചിട്ട് അവൻ്റെ മുൻപിൽ വീണു. ഹല്ലേലൂയ. അവനെ തൊട്ട വസ്തുതയും തൽക്ഷണം താൻ സൗഖ്യമായതും സകല ജനങ്ങളും കേൾക്കെ അവൾ അറിയിച്ചു. എന്താ അവിടെ അവൾ അറിയിക്കണം. അവൾക്ക് കിട്ടിയ വിടുതൽ, യേശുവിൽ നിന്ന് അവൾ അനുഭവിച്ച സൗഖ്യം ജനങ്ങൾ അറിയാനായിരുന്നു. യേശു അങ്ങനെ ചോദിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എന്നെ ആരെ തൊട്ടു? ആരാണ്? യേശുവിനെ അറിയായിട്ടല്ല ദൈവമക്കളെ, യേശുവിനെ എല്ലാം അറിയാം. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവന് നമ്മുടെ ഓരോ നീക്ക് പോക്കുകളെല്ലാം മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ സകല ജനങ്ങളും കേൾക്കെ അവൾ അറിയിച്ചു. അവൻ അവളുടെ, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടുകൂടെ പോകുക എന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം, ഇന്നത് കേൾക്കുന്ന നിങ്ങളുടെ അകത്തൊരു വിശ്വാസം ഉണ്ടാകണം. യേശു ആരാണ്? യേശു എന്താണ്? യേശു എവിടെ നിന്ന് വന്നു? യേശു എവിടേക്ക് പോയി? ഇപ്പോൾ യേശുവിൻ്റെ ആത്മാവ് ആരുടെ ഉള്ളത്തിലുണ്ട്? അവൻ എന്തിനാണ് ഭൂമിയിൽ വന്നത്? ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയാണ് പറയുന്നത് നമ്മൾ വേദപുസ്തകങ്ങൾ നമ്മൾ വായിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. നീയാണ് വിശ്വസിക്കുന്നതാണെങ്കിൽ തീർച്ചയായും നീ രക്ഷാമാർഗത്തിൻ്റെ വഴി നീ കണ്ടിരിക്കും. കാര്യം രക്ഷാമാർഗത്തിൻ്റെ വഴി എന്ന് പറയുന്നത് നമ്മുടെ യേശു മാത്രമാണ്. ഹല്ലേലൂയ. എന്നെ ഈ 13 വർഷക്കാലം പല പല പരീക്ഷകളിലൂടെ ദൈവം കൊണ്ടുവന്നു. കൊടുങ്കാറ്റടിച്ചു, ഈശാനമുലലുന്ന കാറ്റടിച്ചു. അപ്പം ജീവിതത്തിൽ ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ വന്നു ഈ 12-13 വർഷം കൊണ്ട്. പക്ഷെ അവിടെ ഒന്നും പതറാതെ, വീണു പോകാതെ, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ഞാൻ ഓടുകയാണ് യേശുവിന് വേണ്ടി. എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ യേശുവിനെ കുറച്ച് ആൾക്കാരെ അറിയിക്കണം. ഇതാണൊരു വിശ്വാസം, നമ്മുടെ വിശ്വാസമാണെന്ന്. നമുക്കറിയാം പൗലോസിനല്ലേ കപ്പൽ യാത്രയിൽ എന്തെല്ലാം അനുഭവിച്ചതായിരുന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ഒരുപാട് സമയം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ ഞാൻ നിങ്ങളുടെ മുൻപിൽ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് യേശു ആരാണ്, യേശു എന്താണെന്ന് തിരിച്ചറിയണം. യേശുവിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് സകലതും സാധ്യമാണ്. മനുഷ്യൻ അസാധ്യമെന്ന് പറയും, ദൈവത്തിന് സകലതും സാധ്യമാണ്. വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഇത്രയും കുറച്ചു നേരം ദൈവവചനം സംസാരിക്കാൻ തന്ന ആ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അബ്ബാ പിതാവേ സ്തോത്രം. ഹല്ലേലൂയ. രക്തസ്രാവക്കാരിക്ക് ഉണ്ടായ വിശ്വാസം ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ അകത്തും ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, നന്ദിയോട് അങ്ങേ സ്തോത്രം ചെയ്യുന്നപ്പ. ഈ സമയം വരെ കർത്താവിനോട് കൂടെ ഇരുന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ ദർശനത്തിലേക്കൂടെ യാത്ര ചെയ്യുവാൻ ഓരോ ദൈവമക്കളെയും ദൈവം തെരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ഒരു പുലരി കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ എൻ്റെ കുടുംബത്തെയും സഹായിച്ചതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആഴമേറി വചനം നിന്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവേ, അവിടുത്തെ കൃപ എപ്പോഴും എന്നോട് കൂടെയുള്ളതിനായി ഞാൻ നന്ദി പറയുന്നു. മഹത്വം അങ്ങെടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ
ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നന്ദിയപ്പ.